എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഓംബുഡ്സ്മാൻ എന്ന വാക്കിന് ഒരു പൗരൻ്റെ അവകാശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ ആവശ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ നടപടിക്രമങ്ങളും വീഴ്ചകളും പഠിച്ച് അത് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ അധികാര ദുർവിനിയോഗവും സ്വജന പക്ഷാപാതവും അത്തരത്തിലുള്ള എല്ലാ വീഴ്ചകളെയും കൃത്യമായി മനസ്സിലാക്കി റിപ്പോർട്ട് തേടി അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കുന്നതാണ് ഓംബുഡ്സ്മാൻ വഴി സാധ്യമാകുന്നത്. മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന PB ഗജേന്ദ്ര ഗാഡ്കറുടെ അഭിപ്രായത്തിൽ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് സാധാരണ പൗരന് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയിൽ നിന്നും അതിവേഗം ആശ്വാസം തേടുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഓംബുഡ്സ്മാൻ മാറേണ്ടത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കേരളത്തിൽ 1999 ലോകായുക്ത നിയമം പാസാക്കിയത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതികളും അവിടെ തെറ്റായ നടപടിക്രമങ്ങളും സസൂക്ഷ്മം പരീക്ഷിച്ച് വീക്ഷിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ലോകായുക്ത നിയമം അപര്യാപ്തമാണെന്ന് തോന്നുകയുണ്ടായി. അതിനെ തുടർന്നാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതി ചെയ്ത് 13ാം ആക്ടായിട്ട് നിലവിൽ വരുന്നത്. കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ 25A ഓംബുഡ്സ്മാൻ എന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഈ ഓംബുഡ്സ്മാന്റെ സേവനങ്ങളും രൂപീകരണവും കാലാവധിയും പരാമർശിച്ചിരിക്കുന്നത് 271G2 ഉപവകുപ്പിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അഴിമതി കാണിച്ചുകൊണ്ട് സ്വജന പക്ഷാപാതം കാണിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളുടെ ധനമോ മറ്റു വസ്തുക്കളോ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഓംബുഡ്സ്മാൻ കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും വേണ്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. 271 വകുപ്പ് അനുസരിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും റിപ്പോർട്ട് നൽകാനും ഇതിന്റെ മേൽ തീർപ്പ് കൽപ്പിക്കാനുമുള്ള അധികാരം ഓംബുഡ്സ്മാന് ഉണ്ട്. അത്തരത്തിൽ അന്വേഷണം നടത്തിയിട്ട് പബ്ലിക് സർവന്റ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ കുറ്റവിചാരണ നടത്തുന്നതിനും സമുചിതമായ അധികാര സ്ഥാനത്തേക്ക് റിപ്പോർട്ട് അയക്കുന്നതിനും ഏതെങ്കിലും പൗരന് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അർഹമായ നഷ്ടപരിഹാരം വിധിക്കുവാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. അർഹമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കി നൽകുന്നതിനും അതോടൊപ്പം സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടമോ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതും ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുന്നതിനുമുള്ള അധികാരം ഓംബുഡ്സ്മാനുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റ് ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും അഴിമതിയോ സ്വജന പക്ഷാപാതമോ അധികാര ദുർവിനിയോഗമോ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓംബുഡ്സ്മാൻ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനെതിരെ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതായിരിക്കും.